ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കോട്ട് സെറ്റാണ് കാണിക്കുന്നത്. എ ലൈൻ കട്ടിൽ കോളർ പ്ലസ് വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ സിംഗിൾ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3/4 സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഒരു സ്ട്രെയിറ്റ് പാൻറ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4.5 മീറ്റർ കാന്ത കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 3 പീസും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന് ഇവിടെ ജോയിൻ്റ് വരുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 5 മീറ്റർ എടുക്കേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ മെഷർമെൻറ്റുകൾ നോക്കാം. ഒരു പീസ് എടുത്തിട്ട് 2 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വീതി വരുന്നത് 21 ഇഞ്ചാണ്. മടക്കു ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ലെങ്ത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ച് സീം അലവൻസ് അടക്കം 50 ഇഞ്ചാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 49 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ഇനി മടക്കു ഭാഗത്തായിട്ട് 1.5 ഇഞ്ചിൽ മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് പ്ലീറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഒരു ഭാഗത്ത് 1.5, മറുഭാഗത്ത് 1.5, അപ്പോൾ ടോട്ടൽ നമുക്ക് 3 ഇഞ്ച് കിട്ടും. ശേഷം നമുക്ക് ആ 1.5 ഇഞ്ചിന് മേൽഭാഗം തുടങ്ങി താഴ്ഭാഗം വരെ താഴേക്ക്, അതായത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്ക് മെഷർമെൻറ്റുകൾ കൊടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ മേൽഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കൊടുത്ത ആ ലൈനിലാണ് ഞാൻ ഷോൾഡർ കൊടുക്കുന്നത്. കോളർ നെക്ക് ആയതുകൊണ്ട് 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ഞാൻ 7.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചാണ് ആം ഹോൾ കൊടുക്കുന്നത്. ഇനി താഴ്ഭാഗത്തായിട്ട് ഇവിടെയും നമുക്ക് ഷോൾഡറിൻ്റെ 8 ഇഞ്ച് തന്നെ കിട്ടിയിട്ടില്ലെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഈ ലൈനിലാണ് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ 10.5, 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിനുശേഷം ആ ഭാഗത്തെ വണ്ണം വരുന്നത് 38 ഇഞ്ചാണ്. അതിൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ 9.5, 1/2 ഇഞ്ച് ലൂസും കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. മേലെ നിന്ന് ഹിപ്പ് ലെങ്ത്ത് കൊടുക്കുന്നത് 21 ഇഞ്ചാണ്. ആ ഭാഗത്തെ വണ്ണം വരുന്നത് 44 ഇഞ്ചാണ്. അപ്പോൾ 44ൻ്റെ 4ൽ ഒരു ഭാഗം എടുക്കുമ്പോൾ 11 ഇഞ്ച് കൂടെ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചാണ് നമ്മളിവിടെ സീം അലവൻസ് കൊടുക്കുന്നത്. ഇനി ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് താഴെ അറ്റത്തേക്ക് നമുക്ക് ടേപ്പ് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. താഴ്ഭാഗത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് മേലേക്കൊരു പോയിൻ്റ് കൊടുക്കുക. കാരണം സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പോയിന്റിലേക്കാണ് നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതിനുശേഷം താഴ്ഭാഗത്ത് ടോപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് സെൻറ്ററിൽ നിന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ 2.5യിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. അതായത് ഒന്ന് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് നെക്ക് നോക്കാം. നെക്കിൻ്റെ വിഡ്ത്താണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 3.5ൽ നിന്ന് ഷോൾഡറിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആം ഹോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി, അതായത് 3.5ൽ നിന്ന് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ബാക്ക് ആം ഹോൾ. അതിനുശേഷം 1/2 ഇഞ്ച് കുഴിച്ച് നമുക്ക് ഫ്രണ്ട് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. എന്നാലും നമ്മൾ ബാക്ക് ആം ഹോളിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഫ്രണ്ട് പീസ് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ബാക്ക് പോർഷന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണി ഉണ്ടല്ലോ, അത് ഇതുപോലെ രണ്ടാക്കി മടക്കി ഇട്ട് കൊടുക്കാം. മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാക്കി വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് മടക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇപ്പോഴൊന്നും ചെയ്യാനില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ആകെ ഒരു വ്യത്യാസം വരുന്നത് താഴ്ഭാഗത്ത് മാത്രമാണ്. ഫ്രണ്ട് പീസിൽ നമ്മളൊരു 1.5 ഇഞ്ച് മടക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ ബാക്ക് പീസിൽ ചെയ്യേണ്ടത് ആ സൈഡിലായിട്ട് ഒരു 1.5 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. അപ്പോൾ താഴത്തെ പീസിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഹിപ്പിലേക്ക് നമുക്ക് ടേപ്പ് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ലൈൻ വരച്ച് കൊടുക്കാം. ഹിപ്പിൻ്റെ അവിടെ നിന്ന് മേൽഭാഗത്തേക്ക് ഒരു മാറ്റവും ഇല്ല, അത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്താൽ മതി. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 3.25 ഇഞ്ചാണ്, ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ഇഞ്ചാണ്. ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് മാർക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 കിട്ടും. ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാൻവാസിലാണ്, അപ്പോൾ നമ്മൾ 3.5 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ബാക്ക് പീസിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ഇഞ്ചിൽ മടക്കി വെച്ചിട്ടില്ലേ നമ്മൾ ഫ്രണ്ട് പീസിൽ, ആ ഭാഗത്തെ പിന്നെല്ലാം ഊരി മാറ്റി ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം. ഇനി മേലെ നിന്നൊരു 13.5 ഇഞ്ചിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. ഇനി മേലെ നിന്നോ ഈ 13.5 ഇഞ്ച് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. 13.5-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുത്തിട്ടില്ല, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. 13.5 വരെ ലെങ്ത്തിൽ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മോശം ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല ഭാഗം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. കണ്ടില്ലേ, ഈ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി 2 ഭാഗം കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് താഴ്ഭാഗം വരെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. ഇനി നമുക്ക് നെക്ക് നോക്കാം. വി നെക്കാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്, അതിന് ശേഷമാണ് നമ്മൾ കോളർ കട്ട് ചെയ്യുന്നുള്ളൂ. 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ 2 ആക്കി മടക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 3.5 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത്. ലെങ്ത്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വി ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ടാണ് ഞാൻ വി ഷേപ്പ് കൊടുക്കുന്നത്. നമുക്കൊരു വൈഡായിട്ടുള്ള വി ആണ് വേണ്ടത്, അതല്ലെങ്കിൽ നമുക്ക് തല കടത്താനായിട്ട് ബുദ്ധിമുട്ടാകും. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു വി ഷേപ്പ് കൊടുത്ത് എടുക്കേണ്ടതുണ്ട്. ശേഷം അതിന് ചുറ്റിലും 1 ഇഞ്ചിൽ നമുക്കൊരു ലൈനും കൂടി മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസിനേക്കാൾ ചുറ്റിലും 1/2 ഇഞ്ച് കൂടുതലുള്ളൊരു കട്ട് പീസാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ മോശം ഭാഗത്ത് നമുക്ക് ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതുപോലെ 1/2 ഇഞ്ച് തുണി വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അതിനെ മടക്കി ക്യാൻവാസിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സൈഡിലും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ 3 ഇഞ്ച് 2 സൈഡിലെ 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കോളറിന് വേണ്ടിയിട്ടുള്ളതാണ്. 3 ഇഞ്ച് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത്.
ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ക്യാൻവാസിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗത്തായിട്ട് 2-3 പിൻ കുത്തി കൊടുക്കാം. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതിന് താഴെ തൊട്ട് താഴെയായിട്ട് ഒരു 1/4 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് തുടങ്ങി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്യാൻവാസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു 1/4 ഇഞ്ചിന് താഴെയായിട്ട് അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മേൽഭാഗത്ത് 3 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ 3 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ അരികിലൂടെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഉൾഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്കിന് ചുറ്റിലും നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നെക്കിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിൽ 3 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, അവിടെ നമ്മൾ കട്ടിട്ട് കൊടുക്കണ്ട. അതിന് താഴെ ഭാഗത്താണ് കട്ടിട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് നെക്ക് കിട്ടുക. ഇനി നമുക്ക് ഉൾഭാഗം എടുത്തിട്ട് ക്യാൻവാസിൻ്റെ അരികിലൂടെ, അതായത് ഈ അരികിലൂടെ ആയിട്ട് മേലേന്ന് തുടങ്ങി, നമ്മൾ 3 ഇഞ്ചൊന്നും വിടേണ്ട ആവശ്യമില്ല. മേലേന്ന് തുടങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതേ നമ്മൾ നെക്കിന് ചുറ്റിലും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 2 സൈഡിൽ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ടോപ്പിനെ നമുക്ക് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 3 ഇഞ്ച് വിട്ടിട്ടില്ലേ, ആ 3 ഇഞ്ച് തുടങ്ങിയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ടേപ്പ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്കിനനുസരിച്ചിട്ട് ടേപ്പ് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഒരു സൈഡാണ് 6.5 ഇഞ്ച് വരുന്നത്. അപ്പോൾ 2 സൈഡ് കൂട്ടുമ്പോൾ 13 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇനി ക്യാൻവാസിൽ നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 17 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുമുള്ള ക്യാൻവാസാണ്. ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് കൊടുക്കാം. താഴ്ഭാഗത്ത് നമുക്കൊരു മാർജിൻ കൊടുക്കാം. അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് പ്രത്യേക മെഷർമെൻ്റ് ഒന്നും വേണ്ട. ഈ ലൈനിലാണ് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി, ഇത് നമ്മൾ ക്യാൻവാസ് 2ആക്കിയുള്ള മടക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് നമുക്ക് ഈ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ആ പോയിന്റിൽ നിന്ന് മേലേക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മടക്ക് വശം വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമുക്ക് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നൊരു 3/4 ഇഞ്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ കോളറിൻ്റെ എഡ്ജൊക്കെ ഷാർപ്പ് ആയിട്ടിരിക്കുന്നത്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 3/4 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം.
ശേഷം ഈ ലൈനിൽ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം, ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. കോളറിനേക്കാൾ 1/2 ഇഞ്ച് എല്ലാ സൈഡിലും 1/2 ഇഞ്ച് കൂടുതലുള്ള കട്ട് പീസ് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരേ അളവിലുള്ള 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ മോശം ഭാഗത്തേക്ക് നമ്മളെ ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം മേൽഭാഗത്ത് 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ആദ്യത്തെ പീസ് നമുക്ക് മേൽഭാഗത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഒന്നാമത്തെ പീസിനേക്കാൾ 1/2 ഇഞ്ച് മേൽഭാഗത്ത് കൂടുതലുണ്ടാകും രണ്ടാമത്തെ പീസ്. കാരണം ഒന്നാമത്തെ പീസ് നമ്മൾ 1/2 ഇഞ്ച് മടക്കി ഒട്ടിച്ചിട്ടുണ്ടല്ലോ. ശേഷം നമുക്ക് ബാക്കി 3 സൈഡിലും ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചുറ്റിനും നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. മേൽഭാഗത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് 3 സൈഡിലും നമുക്ക് ലൈൻ ഇട്ട് കൊടുക്കാം. ആ ലൈനിലൂടെ എന്നിട്ട് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ ചുറ്റിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ആ കോർണർ ഭാഗത്ത് അധികമുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തു കൂടെ ക്യാൻവാസിനെ ഉള്ളിലേക്ക് ആക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. 1/2 ഇഞ്ച് ഇവിടെ കൂടുതലുണ്ടാകും. ഇനി ആ 1/2 ഇഞ്ചിൽ നമുക്ക് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി കോളറിൻ്റെ 2 കോർണറിലും നമുക്കൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി കോളർ ഇതുപോലെ 2 മടക്കി പിടിച്ചിട്ട് സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് പാർട്ടിൽ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പോയിൻ്റ് കൊടുക്കാം. ശേഷം 2ൻ്റെയും സെൻറ്റർ ഒന്നിച്ച് വെച്ച് കൊടുക്കാം. നല്ല ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ആദ്യം തന്നെ കോളർ വെച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെയും സെൻറ്ററിൽ വന്നിട്ട് മറ്റേ സൈഡിലേക്ക് കോളർ വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. ഇനി ആ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. നമ്മൾ നേരത്തെ അവിടെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കെട്ടിട്ട് കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. രണ്ടും ഒരേ ലെവലിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ചിങ് തുടങ്ങാം.
ഷോൾഡറിൻ്റെ ഭാഗമെത്തുമ്പോൾ ശ്രദ്ധിക്കുക, അവിടുത്തെ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ നമ്മളൊന്ന് സൂചി കുത്തിയിട്ട് ഫുട്ട് പൊന്തിച്ച് കൊടുക്കുക. അതിന് ശേഷം തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഫുട്ട് താഴ്ത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എൻഡിൽ നമുക്ക് കെട്ടിട്ട് കൊണ്ട് നിർത്താം. എൻഡിൽ നമുക്ക് ഇതേപോലെ രണ്ടും ഒരേ ലെവലിൽ തന്നെ വരണം. ഇനി സെൻറ്ററിൽ വന്നിട്ട് മറ്റേ സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കൊടുത്ത ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ ഷോൾഡർ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, തയ്യൽ തുമ്പിനെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് സൂചി കുത്തി നിർത്തി ഫൂട്ട് പൊന്തിച്ചിട്ട് തുണി നമുക്കൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൂട്ട് താഴ്ത്തി നമുക്ക് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ, അതിനെ നമുക്ക് കോളറിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഇതുപോലെ രണ്ട് സൈഡിലും ഒരേ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തയ്യൽ തുമ്പെല്ലാം കോളറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. കൂടാതെ കോളറിൻ്റെ ചുറ്റിലും നമുക്ക് ഓരോ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത്. ബോട്ടത്തിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവും എടുത്തിട്ടുള്ളത്. ഈ മടക്ക് വശം വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. താഴേക്കാണ് സ്ലീവിൻ്റെ വണ്ണം വരുന്നത്. ഇനി തിരിച്ച് വെച്ചിട്ട് ഈ ഓപ്പൺ ആയ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തും നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് കിട്ടും. ഫുൾ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. പക്ഷേ സെൻറ്ററിൽ, സ്ലീവിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ജോയിൻറ്റ് വരും. അപ്പോൾ മടക്ക് വശത്ത് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ 12 ഇഞ്ച് ലെങ്ത്ത് നമുക്ക് കിട്ടും. ഇനി കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് കൊടുത്താൽ മതി. നമ്മളെ കൈവണ്ണം നമ്മൾ കൊടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്, അതായത് 2 മടക്കിൽ 10 ഇഞ്ച്. ഇനി അങ്ങോട്ടേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മേലെ നിന്ന് 3.5ലേക്ക് നമുക്കിതുപോലെ വരച്ചു കൊടുക്കാം. ശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നമ്മൾ തയ്യൽ തുമ്പ് അടക്കം 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. ശേഷം നമ്മൾ സെൻറ്ററിൽ ഒരു പോയിന്റ് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ചിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗമാണ് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് കിട്ടുന്നത്. കട്ട് ചെയ്തെടുക്കാം. ശേഷം സെൻറ്ററിൽ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം.
ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 5 ഇഞ്ചും കൂടിയും കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഭാഗത്ത് സെൻറ്ററിലായിട്ട് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്ററും വെച്ച് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ചേർത്ത് വെക്കേണ്ടത്. ശേഷം സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു സൈഡിലേക്ക് ആദ്യം തന്നെ സ്ലീവ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെയും നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ജോയിനിങ് ആണ്. സ്ലീവിൻ്റെ എൻഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തു, കൂടെ ഒരു ലേസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, എൻഡ് വരെ, അതായത് ടോപ്പിൻ്റെ താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹിപ്പിൻ്റെ അവിടുന്ന് താഴ്ഭാഗത്തേക്ക് നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്തും 1/4 ഇഞ്ചിൽ ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം 1/4 ഇഞ്ചിലും കൂടി മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ബോട്ടം കട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു സ്ട്രൈറ്റ് ബോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നീളത്തിൽ 4 ആക്കി മടക്കിയിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇതിൽ നിന്ന് തന്നെ വേണം സ്ലീവും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ മേൽഭാഗത്ത് നമുക്ക് ജോയിൻ്റ് കൊടുക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടുകയുള്ളൂ. തുണിയുടെ മടക്ക് വശം ഞാൻ താഴേക്ക് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ഭാഗത്തു നിന്ന് വേണം എനിക്ക് സ്ലീവ് എടുക്കാനായിട്ട്. മേൽഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. ശേഷം നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് 41.5 ഇഞ്ചാണ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മേൽഭാഗത്ത് ജോയിൻ്റ് കൊടുക്കാം. എനിക്ക് വേണ്ടുന്ന ലെങ്ത്ത് 41 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മേൽഭാഗത്ത് ഇലാസ്റ്റിക് ഇടാനായിട്ട് 2 ഇഞ്ചും താഴ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വേണം. ടോട്ടൽ വേണ്ടത് 45 ഇഞ്ചാണ്. ബാക്കി വരുന്നത് ഇതിപ്പോൾ 41.5 അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി വരുന്നത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ 4.5 ഇഞ്ച് തുണി നമുക്ക് വേണം. കൂടെ നമുക്ക് 1/2 ഇഞ്ചും കൂടി ഈ 2 പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ സൈഡിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മേൽഭാഗത്ത് 5 ഇഞ്ച് വീതിയുള്ള പീസ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. അരവണ്ണം വരുന്നത് 42 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 52 കിട്ടും. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 13. ആ 13 നമ്മുടെ അരവണ്ണം കൊടുക്കേണ്ടത്. ഇനി അവിടെ നിന്നും താഴേക്ക് സീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അരവണ്ണത്തിൻ്റെ കൂടെ നമുക്ക് 13 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് 15 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. എന്നാൽ ഇവിടെ ഞാനിപ്പോൾ 11.5 ഇഞ്ചാണ് കൊടുക്കുന്നുള്ളൂ. ബാക്കി 4.5 ഇഞ്ച് മേൽഭാഗത്ത് പീസ് വെച്ചതിന് ശേഷമാണ് കിട്ടുകയുള്ളൂ. ഇനി അവിടെ നിന്നും അങ്ങോട്ടേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി കാലിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് നോക്കാം. ഞാനിവിടെ 7 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്.
ഇനി ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ക്രോച്ചിൻ്റെ അവിടുന്ന് താഴ്ഭാഗം വരെ വരച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ടായാലും വരച്ചെടുക്കാം. താഴേന്ന് നമുക്ക് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. എന്നാൽ മേൽഭാഗത്ത് എത്തുമ്പോൾ 1/2 ഇഞ്ച് കൊടുത്താൽ മതി. താഴ്ഭാഗത്ത് മടക്കി അടിക്കാനുള്ള 2 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 8 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ മടക്ക് വശം, അതാണ് നമ്മൾ സ്ലീവിന് വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ ബാക്കി വന്ന പീസിൽ നിന്ന് 5 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതേ നീളത്തിൽ, അതായത് 13 ഇഞ്ചാണ് നമ്മൾ 4 മടക്കിയിടുമ്പോൾ നമ്മുടെ അരവണ്ണം വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് പീസ് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കാലും സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 2 കാലിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഈ മേൽഭാഗം തുടങ്ങി സീറ്റ് ലെങ്ത്ത് വരെ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2ൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ 2ൻ്റെയും സൈഡിൽ നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് വരുന്ന ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ നിവർത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മേൽഭാഗത്ത് 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി മടക്കുക. 1 ഇഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനായിട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ വിട്ടു കൊടുക്കണം. ബാക്കിയുള്ള ഭാഗം നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻ്റ് എടുക്കാം. അരവണ്ണം വരുന്നത് 42 ഇഞ്ചാണ്. അതായത് നമ്മൾ പാൻറ് ഇടുന്ന ഭാഗത്തെ ചുറ്റളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 42ൽ നിന്നിട്ട് 5 മൈനസ് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി കൂടുതൽ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7, 8 ഒക്കെ മൈനസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുക്കുന്നത് 37 ഇഞ്ചാണ്. ഇനി ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. അതിനുശേഷം 2ൻ്റെയും അറ്റങ്ങൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് ഒരു 5, 6 സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. ശേഷം ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ, ആ ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി ഈ ചുരുക്കെല്ലാം എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങിപ്പോവാതെ ഇരുന്നോളും. ഇതുപോലെ 2 സൈഡിൽ നിന്നും വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി താഴ്ഭാഗം നോക്കാം. ആദ്യം തന്നെ 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം 1 ഇഞ്ചും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും മേലേക്ക് നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ തന്നെ മറ്റേ കാലും മടക്കി സ്റ്റിച്ച് ചെയ്ത് താഴേന്ന് തുടങ്ങി നമുക്ക് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഈ ഭാഗത്തെ ഒരു തയ്യൽ തുമ്പിനെ ഈ സൈഡിലേക്കും താഴത്തെ തയ്യൽ തുമ്പിനെ ഓപ്പോസിറ്റ് സൈഡിലേക്കും വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഭാഗത്തൊരു കൺജഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് 2 സ്റ്റിച്ച് വീതം കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.